സ്കിൻ ടാഗുകൾ മിക്കുള്ള ആളുകളെയും ഒരു സൗന്ദര്യ പ്രശ്നമാണ് ഈ സ്കിൻ ടാഗുകൾ. പലപ്പോഴും പ്രത്യേകിച്ചും അത് മുഖത്തോ കഴുത്തിലോ മറ്റുള്ള കുറച്ച് എക്സ്പോസ്ഡ് ഏരിയാസിലൊക്കെ വരികയാണെങ്കിൽ എല്ലാവരും ഒരു ബുദ്ധിമുട്ടായിട്ട് എടുക്കാറുണ്ട്. സ്ത്രീകളിലും പുരുഷന്മാരിലും ഇത് കാണപ്പെടാറുണ്ട്. കുറച്ച് പ്രായം കൂടുന്തോറും ഈ ടാഗുകൾ പലരിലും വർദ്ധിക്കാറുമുണ്ട്. സാധാരണഗതിയിൽ പാരമ്പര്യമായിട്ട് നമുക്ക് ഈ ടാഗുകൾ കാണാം. ചിലപ്പം അമ്മമാർക്കുണ്ടെങ്കിൽ മക്കൾക്ക് കാണാറുണ്ട്. ഇപ്പം നമ്മൾ ക്ലിനിക്കിൽ നോക്കിക്കഴിഞ്ഞാൽ അതൊരു വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും ഫാമിലിയിൽ ആർക്കെങ്കിലും ഒക്കെ ഇതേപോലത്തെ ടാഗ് കാണും. എന്ന് വെച്ചാൽ ചെറിയ ചെറിയ കറുപ്പ് അല്ലെങ്കിൽ ഒരു കാപ്പിപ്പൊടി നിറത്തിൽ എലിവേറ്റഡ് ആയിട്ടുള്ള ചെറിയ സ്കിൻ എലിവേറ്റഡ് ആയിട്ടുള്ള പ്രൊജക്ഷൻസിനെയാണ് നമ്മൾ ടാഗ് എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഇത് വരാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള മെറ്റാബോളിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ നമ്മൾ മെറ്റബോളിക് പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചേഞ്ച് വരുമ്പോഴാണ് കൂടുതലും ടാഗ്സ് ഉണ്ടാവാറ്. പാരമ്പര്യമായിട്ട് കാണപ്പെടാറുമുണ്ട്. ഇത് കൂടാതെ ചില രോഗങ്ങളിൽ ഇപ്പം പ്രമേഹം അല്ലെങ്കിൽ അമിതവണ്ണം, ഇപ്പം കൊളസ്ട്രോൾ നോക്കിക്കഴിഞ്ഞാൽ ട്രൈഗ്ലിസറൈഡ്സ് കൂടുതലുള്ള ആളുകൾക്ക്, ഹോർമോണലായിട്ടുള്ള പ്രശ്നമുള്ള ആൾക്ക്, അതേപോലെ തന്നെ ഗർഭിണികൾക്ക് ഒക്കെ നമുക്ക് ഈ ടാഗ് പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ ഈ ടാഗ് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രശ്നമുള്ളതാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. ചിലപ്പോൾ ഈ ടാഗിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് കോശങ്ങളും ഒക്കെ ഡ്രൈ ആയിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാര്യം വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ മാറ്റാൻ പറ്റുമോ, മാറ്റാതിരുന്നാൽ കൂടുതലായിട്ട് വരുമോ എന്നൊക്കെ പലരും ചോദിക്കുന്നത്. ചില ആളുകളിൽ ഇത് കൂടുതലായിട്ട് വരുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. പെട്ടെന്ന് ടാഗ്സ് ഒരുപാടായിട്ട് വരാറുണ്ട്. എന്നാൽ ഇതിന് ഇന്ന് വളരെ നല്ല സൊല്യൂഷൻസ് ഒത്തിരി ട്രീറ്റ്മെൻറ്റ്സ് നമുക്ക് ലഭ്യമാണ്. കാരണം അതിൽ ഏറ്റവും പോപ്പുലറായിട്ട് ഇപ്പോൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റാണ് കോട്രൈസേഷൻ, RF കോട്രി എന്ന് പറയും. അപ്പം ഈ ഒരു മെത്തേഡിൽ കൂടെ നമുക്ക് അതിനെ പൂർണ്ണമായിട്ട് നമുക്കതിനെ റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ അവരുടെ ലൈഫ് സ്റ്റൈലിൽ അത് ശ്രദ്ധിക്കേണ്ടി വരും. അമിതമായിട്ട് കൊഴുപ്പുള്ള ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ കൂടുതലായിട്ട് കൃത്യതയില്ലാണ്ട് ഭക്ഷണം കഴിക്കുക, ജങ്ക് ഫുഡ്സ് കൂടുതൽ കഴിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള ഒരു ജീവിതഗതി അല്ലെങ്കിൽ ജീവിത രീതി കൊണ്ടുവരിക. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, ആരോഗ്യപരമായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഏറെക്കുറെ ഈ ടാഗിൻ്റെ റെക്കറൻസിനെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. ഇതൊരു വലിയ ഒരു പ്രശ്നമായിട്ട് കാണണ്ട. കാരണം അതിന് ഒരുപാട് നല്ല സൊല്യൂഷൻസ് നമുക്ക് ഇന്നുണ്ട്. സിമ്പിളായിട്ടൊക്കെ നമുക്ക് പണ്ട് ഉള്ളവർ പറയും എരിക്കിൻ്റെ കറയും സോഡാപ്പൊടിയും കൂടെ തേക്കുമ്പോൾ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് തേക്കുമ്പോൾ തന്നെ ഈ ചെറിയ ടാഗൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞ് വീഴാറുണ്ട്. എന്നാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് കോസ്മെറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ വളരെ നല്ല ട്രീറ്റ്മെൻറ്റ്സ് ഉള്ളതുകൊണ്ട് അത് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുകയാണ്. ഉടനെ തന്നെ റിമൂവ് ചെയ്ത് ആ ഭാഗം പിന്നെ ഒരു സ്കാറ് പോലും ഉണ്ടാവാത്ത രീതിയിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ തന്നെ പാച്ചുകളുണ്ട്, ബാൻഡുകളുണ്ട്, പിന്നെ ചില മെഡിസിൻസ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഒരുപാട് മെഡിസിൻസ് ഉണ്ട് അപ്ലൈ ചെയ്തിട്ട് അതിനെ മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള മെത്തേഡ്സൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. സാധാരണ ഈ തരത്തിലുള്ള രോഗസാധ്യതയുള്ളവർ, അതായത് കൂടുതലായിട്ട് കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾ ഏജ് ആവും തോറും ഇവർക്ക് ടാഗുകൾ ഉണ്ടെങ്കിൽ അത് കൂടാനുള്ള സാധ്യതയും വളരെയധികമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ കുറച്ചൊക്കെ അവരുടെ ആരോഗ്യസ്ഥിതിയിൽ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അതേപോലെ ഷുഗർ അല്ലെങ്കിൽ കൊളസ്ട്രോൾ, അമിതവണ്ണം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കുകയാണെങ്കിൽ ഈ ഒരു റെക്കറൻസ് അല്ലെങ്കിൽ ഈ ടാഗുകൾ കൂടുതലായിട്ട് വരുന്നതിനെ മാറ്റാനായിട്ട് കഴിയും.